പ്രിയ വിദ്യാർത്ഥികളെ, 9th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 5th യൂണിറ്റിലെ സെക്കൻഡ് ലെസൺ ദി ഇങ്ക് ആൻഡ് ദ മെലഡി, ഈ ലെസണുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യൻസും അവയ്ക്കുള്ള ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. Question A. What is Joseph Barbera referred to as one of the best times of his life? തന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു കാലമെന്ന് ജോസഫ് ബാർബേറ ഏത് കാലത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്? Joseph Barbera refers to the period when he worked with Phil and his men as the creative consultant during the production of the Tom and Jerry film as the best time of his life. ടോം ആൻഡ് ജെറി ഫിലിമിന്റെ നിർമ്മാണ വേളയിൽ അതിന്റെ ഡയറക്ടേഴ്സിൽ ഒരാളായിരുന്ന ഫിൽ ആൻഡ് ഹിസ് മെൻ അവരോടൊത്ത് ജോസഫ് ബാർബേറയ്ക്ക് ഒരു ക്രിയേറ്റീവ് കൺസൾട്ടന്റായി പ്രവർത്തിക്കാനുള്ള ഒരു അവസരം ലഭിച്ചു. ഈ കാലത്തെയാണ് അദ്ദേഹം തന്റെ ബെസ്റ്റ് ടൈം ഓഫ് ലൈഫ്, തന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു കാലമെന്ന് പരാമർശിക്കുന്നത്. Question B. What did Barbera hope Michael Jackson might do for the film Tom and Jerry? ടോം ആൻഡ് ജെറി ഫീച്ചറിന് വേണ്ടി മൈക്കൽ ജാക്സൺ എന്ത് പ്രവർത്തിക്കുമെന്നാണ് ജോസഫ് ബാർബേറ പ്രതീക്ഷിച്ചിരുന്നത്? Joseph Barbera hoped that Michael Jackson might sing a song for the Tom and Jerry feature. ടോം ആൻഡ് ജെറി ഫീച്ചറിന് വേണ്ടി മൈക്കൽ ജാക്സൺ ഒരു ഗാനം ആലപിക്കുമെന്ന് ജോസഫ് ബാർബേറ പ്രതീക്ഷിച്ചിരുന്നു. Question C. What did Barbera sketch for Michael Jackson at their first meeting? ജോസഫ് ബാർബറയും മൈക്കൽ ജാക്സണും തമ്മിൽ കണ്ടുമുട്ടിയ ആദ്യ മീറ്റിംഗിൽ ജോസഫ് ബാർബേറ മൈക്കൽ ജാക്സന് വേണ്ടി ഒരു സ്കെച്ച് വരച്ചു നൽകി. ഏതായിരുന്നു ആ കാർട്ടൂൺ സ്കെച്ച്? Joseph Barbera sketched his favorite cartoon character called Bowling Alley Cat, depicting its action and atmosphere for Michael Jackson. ജോസഫ് ബാർബറയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാർട്ടൂൺ കഥാപാത്രമായിരുന്നു ബൗളിംഗ് ആലി കാറ്റ്. ആ കാർട്ടൂൺ കഥാപാത്രത്തിന്റെ ഒരു സ്കെച്ച് തന്നെയാണ് മൈക്കൽ ജാക്സന് വേണ്ടി ജോസഫ് ബാർബേറ വരച്ചു നൽകിയത്. Question D. They were all I had. What does this remark by Jackson tell us about his childhood? മൈക്കൽ ജാക്സൺ പറയുന്നുണ്ട്, They were all I had. ജോസഫ് ബാർബേറ വരച്ചിരുന്ന കാർട്ടൂണുകളെ കുറിച്ചാണ് അദ്ദേഹം പരാമർശിച്ചത്. ഈ വാക്കുകൾ മൈക്കൽ ജാക്സന്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് നമുക്ക് എന്താണ് വെളിവാക്കി തരുന്നത്? The remark, They were all I had, reveals that Michael Jackson had an extremely lonely childhood. മൈക്കൽ ജാക്സന്റെ കുട്ടിക്കാലം ഏറെ ഒറ്റപ്പെട്ടതായിരുന്നു എന്ന യാഥാർത്ഥ്യമാണ് അത് വെളിവാക്കി തരുന്നത്. Question E. Did the meeting between Joseph Barbera and Michael Jackson lead to a collaboration? Why? ബാർബറയും മൈക്കൽ ജാക്സണും തമ്മിൽ എ സീരീസ് ഓഫ് മീറ്റിംഗ്സ് പലവട്ടം കണ്ടുമുട്ടിയിരുന്നു. എന്നാൽ ആ കണ്ടുമുട്ടലുകളൊക്കെ അവർ തമ്മിലുള്ള ഒരു കൊലാബറേഷൻ, ഒരുമിച്ചുള്ള ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് വർക്കിലേക്ക് നയിക്കപ്പെട്ടുവോ? വൈ? എന്തുകൊണ്ട് സംഭവിച്ചില്ല? ആൻസർ: നോ. The meetings between Barbera and Jackson did not lead to a collaboration. അവർക്കിടയിലുള്ള മീറ്റിംഗ് ഒരു തരത്തിലുമുള്ള പ്രോജക്റ്റ് വർക്കിലേക്കോ ഏതെങ്കിലും ഒരു വർക്കിലെ സഹകരണത്തിലേക്കോ ഒരു കൊലാബറേഷനിലേക്കൊന്നും അത് നയിക്കപ്പെട്ടില്ല. Because the executives of the Great American Communications, who controlled the production of the Tom and Jerry feature, had no interest in making a deal with Michael Jackson. കാരണം ടോം ആൻഡ് ജെറി ഫീച്ചർ അത് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ കൺട്രോളെല്ലാം തന്നെ ചെയ്തിരുന്നത് ഗ്രേറ്റ് അമേരിക്കൻ കമ്മ്യൂണിക്കേഷൻസ് എന്ന ഒരു കമ്പനിയുടെ എക്സിക്യൂട്ടീവ്സ് ആയിരുന്നു. അവർക്ക് മൈക്കൽ ജാക്സണുമായി ഒരു തരത്തിലുമുള്ള ഡീൽ, കരാറിൽ ഏർപ്പെടാൻ താല്പര്യമുണ്ടായിരുന്നില്ല. ആ കാരണങ്ങൾ കൊണ്ട് തന്നെ ഒട്ടനവധി മീറ്റിംഗ്സ് ബിറ്റ്വീൻ ബാർബേറ ആൻഡ് ജാക്സൺ ഇവർക്കിടയിൽ സംഭവിച്ചിരുന്നെങ്കിലും അതിനൊന്നും കാര്യമായ ഒരു ഫലവും ഉണ്ടായില്ല. Now, a few more questions under Let's Rewind. Question 1. Who could say no? Why couldn't Joseph Barbera say no to Michael Jackson? ഈ ആർട്ടിക്കിളിൽ ജോസഫ് ബാർബേറ പറയുന്നുണ്ട്, നോ എന്ന് ആർക്ക് പറയാൻ കഴിയും? എന്തുകൊണ്ടാണ് ജോസഫ് ബാർബേറക്ക് മൈക്കൽ ജാക്സനോട് നോ എന്ന് പറയാൻ കഴിയാതിരുന്നത്?
No one in the film industry, including Joseph Barbera, could say no to the possibility of doing a deal with Michael Jackson. മൈക്കൽ ജാക്സണുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ളൊരു സാധ്യത, അങ്ങനെ ഒരു കോൺട്രാക്ട് അതല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ വരുമ്പോൾ അതിനോട് ഫിലിം ഇൻഡസ്ട്രിയിലെ ആർക്കും തന്നെ ജോസഫ് ബാർബറക്കും നോ എന്ന് പറയാൻ കഴിയില്ല. കാരണം because Jackson was so talented and famous that a collaboration with him would guarantee success. മൈക്കൽ ജാക്സൺ അത്രത്തോളം ഫേമസ് ആയിരുന്നു, കഴിവുറ്റ ഒരു കലാകാരനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോടൊപ്പം ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് വിജയം ഉറപ്പാകുന്ന ഒരു കാര്യമായിരുന്നു. അത്തരമൊരു വേളയിൽ ആർക്കും തന്നെ നോ എന്ന് പറയാൻ സാധാരണഗതിയിൽ കഴിയില്ല. Question 2. Why did Michael Jackson contact Joseph Barbera? ജോസഫ് ബാർബറയെ മൈക്കൽ ജാക്സൺ കോണ്ടാക്ട് ചെയ്തു, ബന്ധപ്പെട്ടു. എന്തുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു കോണ്ടാക്ട്? Michael Jackson contacted Joseph Barbera to discuss the possibility of working on a project together. ഏതെങ്കിലും ഒരു പ്രോജക്റ്റുമായി ജോസഫ് ബാർബറയോട് ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു മൈക്കൽ ജാക്സൺ കോണ്ടാക്ട് ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം. ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് ഒരുമിച്ച് ചെയ്യാൻ സാധിക്കുമോ എന്ന് അന്വേഷിക്കുകയായിരുന്നു ആ മീറ്റിംഗിന്റെ ലക്ഷ്യം. Question 3. What does Jackson say about his childhood cartoon friends? തൻ്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന തൻ്റെ കാർട്ടൂൺ ഫ്രണ്ട്സിനെ കുറിച്ച് മൈക്കൽ ജാക്സൺ എന്താണ് പറയുന്നത്? Jackson says that his childhood cartoon friends were all he had. മൈക്കൽ ജാക്സൺ പറയുന്നത് തൻ്റെ കുട്ടിക്കാലത്ത് തനിക്കുണ്ടായിരുന്ന കൂട്ടുകാർ ഈ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ആയിരുന്നു. അവർ തന്നെ ആയിരുന്നു all he had. തനിക്ക് ഉണ്ടായിരുന്ന എല്ലാം, തൻ്റെ എല്ലാം അവരായിരുന്നു. Question 4. How does the author describe Michael Jackson's attitude and behavior? Author ജോസഫ് ബാർബറ എങ്ങനെയാണ് മൈക്കൽ ജാക്സന്റെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും വിശദീകരിക്കുന്നത്? The author describes Michael Jackson as a laid-back and courteous gentleman, qualities rarely seen in most people in the industry. മൈക്കൽ ജാക്സനെ കുറിച്ച് ഓഥർ ജോസഫ് ബാർബറ പറയുന്നത് അദ്ദേഹം ഒരു ലെയ്ഡ് ബാക്ക് ആൻഡ് കേർട്ടിയസ് ജെന്റിൽമാൻ, വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള, എപ്പോഴും മനസമാധാനത്തോടെ, ഒട്ടും മനക്ലേശമോ മനപ്രയാസമോ കൊണ്ട് നടക്കാത്ത തരത്തിലുള്ള ലെയ്ഡ് ബാക്ക് ആൻഡ് കേർട്ടിയസ് ജെന്റിൽമാൻ, വളരെ മാന്യമായി പെരുമാറുന്ന ഒരു ജെന്റിൽമാൻ. ഈ രീതിയിലാണ് അദ്ദേഹത്തെ വിശദീകരിക്കുന്നത്. ഇത്തരം ക്വാളിറ്റീസ് പ്രത്യേകിച്ച് ഫിലിം ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ കാർട്ടൂൺ ഇൻഡസ്ട്രിയിലൊക്കെ മിക്കവരിലും അപൂർവമായി മാത്രമേ കാണപ്പെടുകയുള്ളൂ. Question 5. How in your opinion did Joseph Barbera's cartoons influence Michael Jackson? നിങ്ങളുടെ അഭിപ്രായത്തിൽ ജോസഫ് ബാർബറയുടെ കാർട്ടൂൺസ് മൈക്കൽ ജാക്സനെ ജീവിതത്തിൽ ഏതൊക്കെ രീതിയിൽ സ്വാധീനിച്ചിരിക്കാം? Joseph Barbera's cartoons helped Michael Jackson overcome his loneliness during childhood. മൈക്കൽ ജാക്സന്റെ കുട്ടിക്കാലത്ത് അദ്ദേഹം അനുഭവിച്ചിരുന്ന ഏകാന്തതയ്ക്ക് പരിഹാരം, ആ ഏകാന്തതയും അതിൻ്റെ പ്രയാസങ്ങളെയും തരണം ചെയ്യാൻ ജോസഫ് ബാർബറയുടെ കാർട്ടൂൺ കഥാപാത്രങ്ങൾ തീർച്ചയായും ജാക്സനെ സഹായിച്ചിട്ടുണ്ട്. They might have inspired him to face challenges and later become a successful singer and dancer, ultimately earning the title of the King of Pop. ജീവിതത്തിൽ പിൽക്കാലത്ത് ദ കിങ് ഓഫ് പോപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിധത്തിൽ സക്സസ്ഫുൾ സിംഗർ ആൻഡ് ഡാൻസർ, വിജയം വരിച്ച ഒരു ഗായകനും ഡാൻസറും ഒക്കെയായി ജീവിതത്തിൽ വിജയിക്കുന്നതിന് ഈ കാർട്ടൂൺ കഥാപാത്രങ്ങൾ ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ അദ്ദേഹത്തിന് പ്രചോദനമായിരിക്കാം. ഇത്രയുമാണ് ദി ഇങ്ക് ആൻഡ് ദ മെലഡി എന്ന ലെസണുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻഡ് ദെയർ ആൻസേഴ്സ്. ഇനി ഈ ലെസണുമായി ബന്ധപ്പെട്ട് ഏതാനും ആക്ടിവിറ്റീസ് കൂടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട്. അവ മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കും. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എജു സ്പോർട്ട് എജു വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.